50 ദിവസം കൊണ്ട് ഇന്ത്യയിലെ 12 സംസ്ഥാനങ്ങളും കടന്ന് നേപ്പാൾ വരെ എത്തിയ ഒരു 16-കാരനുണ്ട് കോഴിക്കോട്ട്. വെള്ളിമാടുകുന്ന് സ്വദേശി എബിൻ ബാബു. ഹിച്ച് ഹൈക്കിംഗ് നടത്തിയും ട്രെയിനിലും ബസ്സിലും കയറിയുമൊക്കെയാണ് എബിൻ ചെറിയ പ്രായത്തിൽ ഇത്രയും വലിയ യാത്ര നടത്തിയത്. നമുക്ക് നോക്കാം എബിന്റെ യാത്രാവിശേഷങ്ങൾ. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ എത്ര പ്രായം വേണമെന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ പറയും ഒരു 18 വയസ്സ് കഴിഞ്ഞ് മതിയെന്നാവും. എന്നാൽ 16-ാം വയസ്സിൽ 12 സംസ്ഥാനങ്ങൾ ചുറ്റി വന്നിരിക്കുകയാണ് നമ്മുടെ എബിന്. എബിൻ നമസ്കാരം. സത്യം പറയും, നീ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയാണോ? അല്ല രാത്രി ഇഷ്ടമായിരുന്നു. പിന്നെ വീട്ടിൽ വിടാനും ധൈര്യം ഉണ്ടായിരുന്നു. പിന്നെ പോയി അന്ന്. ഗോവ, രാജസ്ഥാൻ, മഹാരാഷ്ട്ര തുടങ്ങി 12 സംസ്ഥാനങ്ങളും നേപ്പാളുമാണ് 50 ദിവസം കൊണ്ട് എബിൻ കണ്ടു തീർത്തത്. ഈ 15-ാം വയസ്സിലാണ് ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങുന്നത്. അതേപോലെ സാഹചര്യം കൊണ്ട് ട്രാവൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ബാംഗ്ലൂർ ടു കോഴിക്കോട് അങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ അഡ്മിറ്റ് ആയപ്പോൾ പിന്നീട് എനിക്ക് തോന്നി എന്തുകൊണ്ട് 16-ാം വയസ്സിൽ യാത്ര ചെയ്താൽ എന്ത് പറ്റാനാണെന്ന് തോന്നി അങ്ങനെ പോയതായിരുന്നു ഞാൻ. എനിക്ക് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞാൻ ഇതേപോലെ നോർത്ത് ഇന്ത്യ ആണെങ്കിലും കൂടുതൽ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ കണ്ടൊരു പരിചയം മാത്രമാണ് എനിക്കുണ്ടായിരുന്നത്. പിന്നെ പോയപ്പോൾ തന്നെ അവിടുത്തെ അനുഭവം തന്നെ പറയുന്നത് വ്യത്യസ്തമായ അനുഭവമായിരുന്നു. അവിടുത്തെ ആൾക്കാരുടെ സ്വഭാവമാണെങ്കിലും ഫുഡാണെങ്കിലും ജീവിതശൈലി ആണെങ്കിലും ഒക്കെ വേറെ തന്നെയായിരുന്നു. അപ്പോൾ ഭാഷ അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് നോർത്ത് ഇന്ത്യ നന്നായിട്ട് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് രാജസ്ഥാനിലൊക്കെ ഒറ്റയ്ക്ക് ആയതുകൊണ്ടും ആൾക്കാരൊക്കെ അതേപോലെ ഇങ്ങനെ മോഷ്ടിക്കാനും ഓരോ പറ്റിക്കാനും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ സ്റ്റേ ചെയ്തതൊക്കെ ഗുരുദ്വാരയിലും അമ്പലങ്ങളിലൊക്കെ ആയിരുന്നു. പിന്നെ യാത്രയ്ക്ക് എനിക്ക് വലിയ ചിലവ് വന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 50 ദിവസം രാത്രിക്ക് എനിക്ക് ആകപ്പാട് ചിലവായത് 30,000 രൂപയായിരുന്നു. +1 വിദ്യാർത്ഥിയായ എബിനെ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ജർമ്മനിയിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം. ഞാനിപ്പം +1-ലാണ്. എനിക്ക് +2 കഴിഞ്ഞിട്ട് ജർമ്മനിയിൽ നഴ്സിംഗ് പഠിച്ചിട്ട് ജർമ്മനി പോകണമെന്നും അവിടെ സെറ്റിൽ ആവണമെന്നും പിന്നെ അവിടുത്തെ പാസ്പോർട്ട് വെച്ചാൽ തന്നെ എത്രയോ രാജ്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എബിനെ പാഠമാക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യാത്ര ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഭാഗ്യമാണ്. ഒരവസരവും നഷ്ടപ്പെടുത്തരുത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ ശരത് SS ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.